ഇപ്പം ഈ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാരൻ ഈ ഗ്രോ അടുത്ത സ്റ്റെപ്പ് വെക്കണം എന്ന് അയാളൊക്കെ എപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്? ഇതിലെന്താ കേസ് വെച്ചാൽ നമ്മളൊക്കെ അറിയാം, ബിസിനസ്സിൽ ആളുകൾ ഡിഫറെൻറ്റ് സ്റ്റേജിലായി കയറുമ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ്, സ്ട്രഗ്ലിംഗ് സ്റ്റേജ്, സർവൈവൽ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഒരു സ്റ്റെബിലിറ്റി സ്റ്റേജ് വന്നിട്ടുണ്ടാവും. സ്റ്റെബിലിറ്റി സ്റ്റേജും അതുപോലെ സക്സസ് സ്റ്റേജ്, അതായത് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ നടക്കുന്നു എന്നുള്ള തോന്നൽ വരികയും അവിടെ കുറേ കാര്യങ്ങൾ സിസ്റ്റമൈസ് ആവുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഇതിന് സ്കെയിലബിൾ അല്ലെങ്കിൽ വളരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഇവർക്ക് നോക്കാൻ പറ്റാതെ അവരുടെ ഉള്ളിലെ പ്രശ്നം തന്നെ തീർക്കാതെ സ്കെയിൽ ചെയ്യാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട്. ഉള്ളിലെ ലീക്കേജ് തീർന്നിട്ടില്ല, അല്ലെങ്കിൽ അവിടുത്തെ ചലഞ്ചസ് തീരാതെ എങ്ങനെ അത്, കാരണം ഒരിക്കലും നമുക്ക് ചലഞ്ചസ് തീർക്കാതെ, ഐ മീൻ ലീക്ക് തീർക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സ്കെയിൽ ചെയ്യാൻ കഴിയില്ല. കാരണം ഇതേ ലീക്ക് അവിടെ വലുതാവും. അപ്പോൾ ആളുകൾക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആദ്യം ഇവരെ പേഴ്സണൽ ഡയഗ്നോസിസും ബിസിനസ് ഹെൽത്തൊക്കെ ഒന്ന് സ്കാൻ ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഇവിടെ ഇന്ന പ്രശ്നമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ചലഞ്ച്. ബിസിനസ്സുകാരുടെ പ്രശ്നങ്ങൾ ബിസിനസ്സുകാരെ തന്നെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നത്. 100-200ഓളം ബിസിനസ് ഓണേഴ്സ് ഫേസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്നുള്ളതാണ്. 200-ലധികം ബിസിനസ് ഓണേഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത 100 എക്സ്പേർട്സ് ആൻഡ് ലെജൻഡ്സ് ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ബിസിനസ് ക്ലബ് സ്മാർട്ട് സിഇഒ എന്ന് പറഞ്ഞു. സ്മാർട്ട് സിഇഒ എന്ന് സ്മാർട്ട് സിഇഒ സ്മാർട്ട് സിഇഒ. Smart CEO. For more details, contact us.